ഹലോ, ഇന്ന് ഞാൻ വരുന്ന ഒരു അടിപൊളി സാലഡ് റെസിപ്പി ആയിട്ടാണ്. കുക്കുംബർ സെസ്മി സാലഡ്. ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വെൽക്കം ടു റെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ സാലഡ്സ് കഴിക്കാൻ പറയുമല്ലോ. നമുക്ക് ഈ കുക്കുംബർ തന്നെ കഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊരു കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു സാലഡായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഓൾ ന്യൂട്രീഷ്യസ് തിങ്സ് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യാണ്ട് നമ്മളൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കാൻ പോകണം. ഇതിപ്പോൾ ഞാൻ ഒരു കുക്കുംബറാണ് ഇതെടുത്തേക്കുന്നത്. ഇത് നല്ലോണം വാഷ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് എൻ്റെ സ്കിന്നൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ആ നടുവിലത്തെ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞേക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ മുറിച്ചെടുത്തേക്കാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ലൈം ജ്യൂസും ആഡ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഈ കുക്കുംബറിൽ ഒത്തിരി വെള്ളം ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതൊന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ലൈറ്റായിട്ട് സോട്ട് ചെയ്യാം. ഇത് നമുക്ക് ബട്ടറിൽ വേണം സോട്ട് ചെയ്യാം, ഒലീവ് ഓയിൽ സോട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഓണിയൻസ് റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സവാള ആദ്യം ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കുക്കുംബർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പരമാവധി വെള്ളം കളഞ്ഞിട്ട് ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. കുക്കുംബർ ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. ഇതിൽ സോൾട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി സോൾട്ട് ഇടാം. അപ്പോൾ കുക്കുംബർ ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഇടുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ് നമ്മുടെ വെള്ള എള്ള് കേട്ടോ, അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എള്ളിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ പച്ചമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. ഞാനിതിൽ പെപ്പർ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെപ്പർ ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് റെഡ് ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് അപ്പോൾ കളർഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ ക്യാരറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ പെപ്പറും ഇതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് 1 മിനിറ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റാം. നമ്മുടെ സാലഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഈസി. നമ്മുടെ സാലഡ് ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ സാലഡ് ഒന്ന് കഴിച്ച് നോക്ക്. ടേസ്റ്റിയാണ്. നമുക്ക് ആ കുക്കുംബർ കഴിക്കുന്നതിന് ഒരു മടുപ്പ് വരില്ല. ബിക്കോസ് നമ്മളിതിൽ ഓണിയൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പെപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ഓപ്ഷണൽ കേട്ടോ. ഇത് ഡ്രൈ പാസ്ലി ലീവ്സാണ്, അത് ആഡ് ചെയ്യാം. ഇത് ഓർഗാനോ. പിന്നെ സോൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ കുക്കുംബർ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം സോൾട്ട് വേണ്ടി വരില്ല. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിൽ വിനീഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. ഞാനതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ വിനീഗർ ആഡ് ചെയ്തുകൊണ്ട് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് മധുരമൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയും പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് 1 ടീസ്പൂൺ ഓഫ് ഹണീൻ്റെ മുകളിൽ ഒഴിച്ച് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ സാലഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റിന് ഇഷ്ടമാണെങ്കിൽ രണ്ടും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ആഡ് ചെയ്യുന്നുണ്ട്. പുതിനയിലയും മല്ലിയിലയും നമുക്ക് ഇതിൽ ഡിഷിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അതിലിട്ട് നമുക്കിത് പുതിനയിലയും മല്ലിയിലയും ചോപ്പ് ചെയ്തതാണ്. അത് ഇതിൽ മുകളിലിടാം. നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കേട്ടോ. നമുക്ക് ഫ്ലേവേഴ്സ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്, അതുകൊണ്ട് കേട്ടോ. ആൻഡ് ദെൻ ലാസ്റ്റ് കുറച്ച് അവസാനം കുറച്ചും കൂടി എള്ള് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുക്കുംബർ സാലഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുക്കുംബർ സെസ്മി സാലഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ റെസിപ്പി.
ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ. സ്റ്റേ ഹെൽത്തി. ടേക്ക് കെയർ.